ഓം ശാന്തി. 25/4/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയുടെ ശ്രീമദ് നിങ്ങളെ സദാ സുഖിയാക്കി മാറ്റുന്ന ഒന്നാണ്. അതിനാൽ ദേഹധാരികളുടെ മതം ഉപേക്ഷിച്ച് ഒരു ബാബയുടെ ശ്രീമദ് അനുസരിച്ച് നടക്കൂ. ചോദ്യം: ഏത് കുട്ടികളുടെ ബുദ്ധിയുടെ അലച്ചിലാണ് ഇതുവരെയും അവസാനിച്ചിട്ടില്ലാത്തത്? ഉത്തരം: ആർക്കാണോ ഉയർന്നതിലും ഉയർന്ന ബാബയുടെ മതത്തിൽ അഥവാ ഈശ്വരീയ മതത്തിൽ വിശ്വാസമില്ലാത്തത്, അവരുടെ അലഞ്ഞുതിരിയൽ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. ബാബയിൽ പൂർണ്ണ നിശ്ചയമില്ലാത്തത് കാരണം രണ്ട് വശത്തും പാദം വയ്ക്കുന്നു. ഭക്തിയും ഗംഗാസ്നാനവും മറ്റും ചെയ്യും. ബാബയുടെ മതമനുസരിച്ചും നടക്കും. ഇങ്ങനെയുള്ള കുട്ടികളുടെ അവസ്ഥ എന്താകും? ശ്രീമത്ത് അനുസരിച്ച് പൂർണ്ണമായും നടക്കുന്നില്ല. അതിനാൽ തിക്കിലും തിരക്കിലും പെടുന്നു. ഗീതം: ഈ പാപത്തിൻ്റെ ലോകത്തിൽ നിന്നും കൊണ്ടുപോകൂ. ഓം ശാന്തി. കുട്ടികൾ ഭക്തരുടെ ഈ ഗീതം കേട്ടു. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുന്നില്ല, നിങ്ങൾക്കറിയാം നമുക്ക് ഉയർന്നതിലും ഉയർന്ന ബാബയെ ലഭിച്ചിരിക്കുകയാണ്. ആ ഒന്ന് തന്നെയാണ് ഉയർന്നതിലും ഉയർന്നത്. ബാക്കി ഈ സമയത്തെ മനുഷ്യകുലത്തിലെ ആരെല്ലാം ഉണ്ടോ എല്ലാവരും താഴ്ന്നതിലും താഴ്ന്നതാണ്. ഉയർന്നതിലും ഉയർന്ന മനുഷ്യരും ഭാരതത്തിൽ ഈ ദേവീദേവന്മാർ തന്നെയായിരുന്നു. അവരുടെ മഹിമയാണ് സർവഗുണസമ്പന്നം. ഇപ്പോൾ മനുഷ്യർക്ക് ഇതറിയില്ല. ഈ ദേവതമാരെ ഇത്രയും ഉയർന്നതാക്കി മാറ്റിയതാരാണ്? ഇപ്പോൾ തികച്ചും പതീതമായിരിക്കുന്നു. ബാബയാണ് ഉയർന്നതിലും ഉയർന്നത്. സന്യാസിമാരും മറ്റുമെല്ലാം അവരുടെ സാധന ചെയ്യുന്നു. ഇങ്ങനെയുള്ള സന്യാസിമാരുടെ പിന്നാലെ മനുഷ്യർ പകുതി കൽപ്പം അലഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കറിയാം ബാബ വന്നിരിക്കുന്നു. നമ്മൾ ബാബയുടെ അടുത്ത് പോകുന്നു. ബാബ നമുക്ക് ശ്രീമദ് നൽകി ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠവും സദാ സുഖിയും ആക്കി മാറ്റുന്നു. രാവണന്റെ മതമനുസരിച്ച് നിങ്ങൾ എത്ര തുച്ഛബുദ്ധിയായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മറ്റാരുടെയും മതമനുസരിച്ച് നടക്കരുത്. പതീത പാവനും പിതാവുമായ എന്നെ വിളിച്ചിരിക്കുകയാണ്. പിന്നെ മുക്കി താഴ്ത്തുന്നവരുടെ പിന്നാലെ എന്തിനു പോകുന്നു? ഒന്നിൻ്റെ മതം ഉപേക്ഷിച്ച് അനേകരുടെ അടുക്കൽ തിക്കിലും തിരക്കിലും പെടുന്നത് എന്തിനാണ്? ചില കുട്ടികൾ ജ്ഞാനവും കേട്ടുകൊണ്ടിരിക്കും, പിന്നെ പോയി ഗംഗാ സ്നാനവും ചെയ്യും, ഗുരുക്കന്മാരുടെ അടുക്കലും പോകും. ബാബ പറയുന്നു, ആ ഗംഗ പതീത പാവനി അല്ല. എന്നിട്ടും നിങ്ങൾ മനുഷ്യരുടെ മതമനുസരിച്ച് പോയി സ്നാനം മറ്റും ചെയ്യും. അപ്പോൾ ബാബ പറയും, ഉയർന്നതിലും ഉയർന്ന പിതാവായ എൻ്റെ മതത്തിലും വിശ്വാസമില്ല. ഒരു ഭാഗത്ത് ഈശ്വരീയ മതം, മറുഭാഗത്ത് ആസുരീയ മതം. അവരുടെ അവസ്ഥ എന്താകും? രണ്ട് ഭാഗത്തും പാദം വെച്ചുവെങ്കിൽ പിളർന്നു പോകും. ബാബയിലും പൂർണ്ണ നിശ്ചയം വയ്ക്കുന്നില്ല. പറയുന്നുമുണ്ട്, ബാബ നമ്മൾ അങ്ങയുടേതാണ്. അങ്ങയുടെ ശ്രീമത്ത് അനുസരിച്ച് നമ്മൾ ശ്രേഷ്ഠമാകും. നമുക്ക് ഉയർന്നതിലും ഉയർന്ന ബാബയുടെ മതമനുസരിച്ച് തൻ്റെ ചുവട് വയ്ക്കണം. ശാന്തിധാമത്തിൻ്റെയും സുഖധാമത്തിൻ്റെയും അധികാരി ബാബയാണ് ആക്കുന്നത്. പിന്നെ ബാബ പറയുന്നു, ആരുടെ ശരീരത്തിൽ ഞാൻ പ്രവേശിച്ചിരിക്കുന്നുവോ അദ്ദേഹം 12 ഗുരുക്കന്മാരെ സ്വീകരിച്ചു. എന്നിട്ടും തമോ പ്രധാനം തന്നെയാണ് ആയത്. നേട്ടം യാതൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ബാബയെ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ചു. ഉയർന്നതിലും ഉയർന്ന ബാബയെ ലഭിച്ചു. ബാബ പറഞ്ഞു, ഹിയർ നോ ഈവിൾ, സീ നോ ഈവിൾ. എന്നാൽ മനുഷ്യർ
തീർത്തും പതീതവും തമോ പ്രധാനവുമായ ബുദ്ധിയാണ്. ഇവിടെയും ധാരാളം പേരുണ്ട്. ശ്രീമത്ത് അനുസരിച്ച് നടക്കുവാൻ സാധിക്കുന്നില്ല, ശക്തിയില്ല. മായ തിക്കിലും തിരക്കിലും പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം രാവണൻ ശത്രുവാണ്, രാമനാണ് മിത്രം. ചിലർ രാമൻ എന്ന് പറയുന്നു, ചിലർ ശിവൻ എന്ന് പറയുന്നു. യഥാർത്ഥ നാമം ശിവ് ബാബ എന്നാണ്. ഞാൻ പുനർജന്മത്തിൽ വരുന്നില്ല. ഡ്രാമയിൽ എൻ്റെ നാമം ശിവൻ എന്ന് തന്നെയാണ് വയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഒരു വസ്തുവിന് 10 പേര് വയ്ക്കുകയാണെങ്കിൽ മനുഷ്യർ കുഴങ്ങിപ്പോകുന്നു. ആർക്ക് എന്ത് തോന്നിയോ ആ പേര് വച്ചു. യഥാർത്ഥത്തിൽ എൻ്റെ നാമം ശിവൻ എന്നാണ്. ഞാൻ ഈ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഞാൻ കൃഷ്ണനിലോ മറ്റോ വരുന്നില്ല. വിഷ്ണു സൂക്ഷ്മ ലോകത്തിൽ വസിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. വാസ്തവത്തിൽ അത് യുഗൾ രൂപമാണ്, പ്രവൃത്തി മാർഗത്തിൻ്റെതാണ്. പിന്നെ 4 ഭുജങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നില്ല. 4 ഭുജം എന്നാൽ പ്രവൃത്തി മാർഗം, 2 ഭുജമാണ് നിവൃത്തി മാർഗം. ബാബ പ്രവൃത്തി മാർഗത്തിൻ്റെ ധർമ്മമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. സന്യാസിമാർ നിവൃത്തി മാർഗത്തിലേതാണ്. പ്രവൃത്തി മാർഗത്തിലുള്ളവർ തന്നെയാണ് പിന്നീട് പാവനമായ അവസ്ഥയിൽ നിന്നും പതീതമാകുന്നത്. അതിനാൽ സൃഷ്ടിയെ താങ്ങി നിർത്തുന്നതിന് വേണ്ടി സന്യാസിമാർക്ക് പവിത്രമാകുന്നതിൻ്റെ പാർട്ടുണ്ട്. അവരും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേരുണ്ട്. മേള നടക്കുമ്പോൾ വളരെ പേർ വരുന്നു. അവർ ഭക്ഷണം പാകം ചെയ്യുന്നില്ല, ഗൃഹസ്ഥികളുടെ പാലനയിലൂടെ നടക്കുന്നു. കർമ്മ സന്യാസം ചെയ്തുവെങ്കിൽ പിന്നെ ഭക്ഷണം എവിടെ നിന്ന് കഴിക്കും? അതിനാൽ ഗൃഹസ്ഥികളിൽ നിന്നും കഴിക്കുന്നു. ഗൃഹസ്ഥികളായവരും മനസ്സിലാക്കുന്നു, ഇതും നമ്മുടെ ദാനമായി. ഇദ്ദേഹവും പൂജാരിയും പതീതവുമായിരുന്നു. പിന്നെ ഇപ്പോൾ ശ്രീമത്ത് അനുസരിച്ച് നടന്ന് പാവനമായിക്കൊണ്ടിരിക്കുന്നു. ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനാലാണ് ഫോളോ ഫാദർ എന്ന് പറയുന്നത്. മായ ഓരോ കാര്യത്തിലും വീഴ്ത്തുന്നു. ദേഹാഭിമാനം കാരണമാണ് മനുഷ്യർ അലംഭാവം കാണിക്കുന്നത്. ദരിദ്രരാകട്ടെ സമ്പന്നരാകട്ടെ, എന്നാൽ ദേഹാഭിമാനം മാറണമല്ലോ. ദേഹാഭിമാനം മാറുന്നതാണ് ഏറ്റവും വലിയ പ്രയത്നം. ബാബ പറയുന്നു, നിങ്ങൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ദേഹത്തിലൂടെ പാർട്ട് അഭിനയിക്കൂ. നിങ്ങൾ ദേഹാഭിമാനത്തിൽ എന്തുകൊണ്ട് വരുന്നു? ഡ്രാമ അനുസരിച്ച് ദേഹാഭിമാനത്തിലും വരിക തന്നെ വേണം. ഈ സമയത്ത് ഉറച്ച ദേഹാഭിമാനികളായിരിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങൾ ആത്മാവാണ്. ആത്മാവാണ് സർവ്വതും ചെയ്യുന്നത്. ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെടുമ്പോൾ പിന്നെ ഈ ശരീരത്തെ മുറിച്ചാലും ശബ്ദം എന്തെങ്കിലും വരുമോ? ഇല്ല. ആത്മാവാണ് പറയുന്നത്, എൻ്റെ ശരീരത്തിന് ദുഃഖിപ്പിക്കാതിരിക്കൂ. ആത്മാവ് അവിനാശിയാണ്, ശരീരം വിനാശിയാണ്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. ദേഹാഭിമാനം ഉപേക്ഷിക്കൂ. കുട്ടികളായ നിങ്ങൾ എത്രത്തോളം ദേഹി അഭിമാനി ആകുമോ അത്രയും ആരോഗ്യമുള്ളവരും നിരോഗിയും ആയിക്കൊണ്ടിരിക്കും. ഈ യോഗബലത്തിൽ കൂടിയാണ് നിങ്ങൾ 21 ജന്മത്തേക്ക് നിരോഗിയാകുന്നത്. എത്രയാകുമോ അത്രയും പദവിയും ഉയർന്നത് ലഭിക്കും. ശിക്ഷകളിൽ നിന്നും ഒഴിവാകും. ഇല്ലെങ്കിൽ ശിക്ഷകൾ ധാരാളം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ എത്ര ദേഹി അഭിമാനിയാകേണ്ടതുണ്ട്. പലരുടെയും ഭാഗ്യത്തിൽ ഈ ജ്ഞാനമില്ല. ഏതുവരെ നിങ്ങളുടെ കുലത്തിൽ വരുന്നില്ലയോ, അതായത് ബ്രഹ്മമുഖ വംശാവലി ആകുന്നില്ലയോ, അപ്പോൾ ബ്രാഹ്മണനാകാതെ എങ്ങനെ ദേവതയാകുവാനാണ്? വളരെ പേർ വരുന്നുണ്ട്, ബാബ ബാബ എന്ന് എഴുതുന്നുണ്ട് അഥവാ പറയുന്നുമുണ്ട്. എന്നാൽ പേരിന് പറയുന്നു എന്ന് മാത്രം.
1-2 കത്തുകൾ എഴുതി പിന്നീട് മറഞ്ഞുപോയി. അവരും സത്യയുഗത്തിൽ വരും, പക്ഷേ പ്രജാപദവിയിൽ. പ്രജകൾ വളരെയധികം തയ്യാറാകണമല്ലോ. മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം ദുഃഖമുണ്ടാകും. അപ്പോൾ വളരെ പേർ ഓടിവരും. ഭഗവാൻ വന്നിരിക്കുന്നു എന്ന ശബ്ദമുണ്ടാകും. നിങ്ങളുടെയും വളരെയധികം സെൻറ്റേഴ്സ് തുറക്കും. കുട്ടികളായ നിങ്ങളുടെ കുറവ് ഇതാണ്, ദേഹി അഭിമാനി ആകുന്നില്ല. ഇതുവരെയും വളരെയധികം ദേഹാഭിമാനമുണ്ട്. അന്തിമത്തിൽ അല്പമെങ്കിലും ദേഹാഭിമാനം ഉണ്ടായിരിക്കുമെങ്കിൽ പദവിയും കുറഞ്ഞു പോകും. പിന്നെ വന്ന് ദാസദാസിമാരാകും. ദാസദാസിമാരും നമ്പർ വാറായി അനേകമുണ്ട്. രാജാക്കന്മാർക്ക് ദാസിമാരെ സ്ത്രീധനമായി ലഭിക്കുന്നു, ധനികർക്ക് ലഭിക്കുന്നില്ല. രാധ എത്ര ദാസിമാരെയാണ് സ്ത്രീധനമായി കൊണ്ടുവരുന്നത് എന്ന് കുട്ടികൾ കണ്ടിട്ടുണ്ട്. മുന്നോട്ട് പോകവേ നിങ്ങൾക്ക് വളരെയധികം സാക്ഷാത്കാരമുണ്ടാകും. വിലയില്ലാത്ത ദാസി ആകുന്നതിനേക്കാൾ സമ്പന്നനായ പ്രജ ആകുന്നതാണ് നല്ലത്. ദാസി എന്നത് മോശമായ വാക്കാണ്. പ്രജയിൽ ധനികരാകുന്നത് പിന്നെയും നല്ലതാണ്. ബാബയുടേതാകുന്നതിലൂടെ മായയും കൂടുതൽ നന്നായി സൽക്കരിക്കുന്നു. യോദ്ധാവിനോട് യോദ്ധാവായി യുദ്ധം ചെയ്യുന്നു. ദേഹാഭിമാനം വരുന്നു. ശിവ് ബാബയിൽ നിന്നും മുഖം തിരിക്കുന്നു. ബാബയെ ഓർമ്മിക്കുന്നത് തന്നെ ഉപേക്ഷിക്കുന്നു. കഴിക്കുവാൻ സമയമുണ്ട്. വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്ന ഇങ്ങനെയുള്ള ബാബയെ ഓർമ്മിക്കുന്നതിന് സമയമില്ല. നല്ല നല്ല കുട്ടികൾ ശിവ് ബാബയെ മറന്ന് ദേഹാഭിമാനത്തിൽ വന്നു പോകുന്നു. ഇല്ലെങ്കിൽ ജീവദാനം നൽകുന്ന ഇങ്ങനെയുള്ള ബാബയെ ഓർമ്മിച്ച് കത്തെഴുതുമായിരുന്നേനെ. പക്ഷേ ഇവിടെ കാര്യം പറയുകയേ വേണ്ട. മായ ഉടനടി മൂക്കിന് പിടികൂടി കൊണ്ടുപോകുന്നു. ഓരോ ചുവടും ശ്രീമത്തനുസരിച്ച് നടക്കണം. അപ്പോൾ ചുവടിൽ പദമം ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ അളവറ്റ ധനികരായി മാറുന്നു. അവിടെ എണ്ണമെടുക്കാറില്ല. ധനസമ്പത്തുകളും കൃഷിനിലങ്ങളുമെല്ലാം ലഭിക്കുന്നു. അവിടെ ചെമ്പ്, ലോഹം, വെങ്കലം തുടങ്ങിയവ ഉണ്ടായിരിക്കുകയില്ല. സ്വർണ്ണ നാണയങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കെട്ടിടം തന്നെ സ്വർണത്തിൻ്റെതാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ എന്താണ് ഉണ്ടായിരിക്കാത്തത്? ഇവിടെയാകട്ടെ ഭ്രഷ്ടാചാരി രാജ്യമാണ്. യഥാ രാജാറാണി തഥാ പ്രജ. സത്യയുഗത്തിൽ യഥാ രാജാറാണി തഥാ പ്രജ. എല്ലാവരും ശ്രേഷ്ഠാചാരിയായിരിക്കുന്നു. പക്ഷേ മനുഷ്യരുടെ ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. തമോ പ്രധാനമാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങളും അങ്ങനെ തന്നെയായിരുന്നു, ഇദ്ദേഹവും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഞാൻ വന്ന് ദേവതയാക്കി മാറ്റുന്നു. എന്നിട്ടും ആകുന്നില്ല. പരസ്പരം അടിയും വഴക്കും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വളരെ നല്ലതാണ്, ഇങ്ങനെയാണ്. ഇത് ആരും മനസ്സിലാക്കുന്നില്ല. നമ്മൾ നരകത്തിൽ പതിച്ചിരിക്കുകയാണ്. നമ്മൾ രൗരവ നരകത്തിൽ കിടക്കുകയാണ്. ഇതും കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. നമ്പർ 1 പുരുഷാർത്ഥമനുസരിച്ച് മനുഷ്യർ തികച്ചും നരകത്തിൽ കിടക്കുകയാണ്. രാവും പകലും ചിന്തകളിൽ പെട്ടിരിക്കുന്നു. ജ്ഞാനമാർഗത്തിൽ ആർക്കാണോ തനിക്ക് സമാനം ആക്കുന്നതിൻ്റെ സേവനം ചെയ്യുവാൻ സാധിക്കാത്തത്, എൻ്റെ നിൻ്റെ എന്ന ചിന്തകളിൽ ഇരിക്കുന്നത്, അവർ അസുഖമുള്ളവരാണ്, രോഗിയാണ്. ബാബയെ അല്ലാതെ വേറെ ആരെയെങ്കിലും ഓർമ്മിച്ചുവെങ്കിൽ വ്യഭിചാരിയായില്ലേ? ബാബ പറയുന്നു, മറ്റാരുടെയും മതം കേൾക്കരുത്, എന്നിൽ നിന്ന് തന്നെ കേൾക്കൂ.
എന്നെ ഓർമ്മിക്കൂ. ദേവതമാരെ ഓർമ്മിക്കുന്നത് പിന്നെയും നല്ലതാണ്. മനുഷ്യരെ ഓർമ്മിക്കുന്നതിലൂടെ യാതൊരു നേട്ടവുമില്ല. ഇവിടെയാകട്ടെ ബാബ പറയുന്നു, നിങ്ങൾ എന്തിന് ശിരസ് നമിക്കുന്നു? നിങ്ങൾ ഈ ബാബയുടെ അടുക്കൽ എപ്പോൾ വരുന്നുവോ അപ്പോൾ ശിവ് ബാബയെ ഓർമ്മിച്ചു കൊണ്ടുവരൂ. ശിവ് ബാബയെ ഓർമ്മിക്കുന്നില്ല എങ്കിൽ പാപം ചെയ്യുന്നത് പോലെയാണ്. ബാബ പറയുന്നു, ആദ്യം പവിത്രമാകുന്നതിൻ്റെ പ്രതിജ്ഞ ചെയ്യൂ. ശിവ് ബാബയെ ഓർമ്മിക്കൂ. വളരെയധികം പഥ്യമുണ്ട്. വളരെ പ്രയാസപ്പെട്ടാണ് ആരെങ്കിലും മനസ്സിലാക്കുന്നത്. അത്രയും ബുദ്ധിയില്ല. ബാബയുടെ കൂടെ എങ്ങനെ നടക്കണം, ഇതിലും വളരെ പ്രയത്നം ആവശ്യമാണ്. മാലയിലെ മുത്താകുന്നത് ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്നത് പോലെയല്ല, അതായത് എളുപ്പമല്ല. മുഖ്യമായത് ബാബയെ ഓർമ്മിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ബാബയെ ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല. ബാബയുടെ സേവനവും ബാബയുടെ ഓർമ്മയും എത്ര ആവശ്യമാണ്. ബാബ ദിവസവും പറയുന്നു, കണക്കെടുക്കൂ. ഏത് കുട്ടികൾക്ക് തൻ്റെ മംഗളം ചെയ്യുന്നതിൻ്റെ ചിന്ത ഉണ്ടായിരിക്കുന്നുവോ അവർ ഓരോ പ്രകാരത്തിലും പരിപൂർണ പഥ്യം പാലിച്ചുകൊണ്ടിരിക്കും. അവരുടെ ആഹാര രീതികൾ വളരെ സാത്വികം ആയിരിക്കും. ബാബ കുട്ടികളുടെ മംഗളത്തിന് വേണ്ടി എത്ര മനസ്സിലാക്കിച്ചു തരുന്നു. എല്ലാ പ്രകാരത്തിലുമുള്ള പഥ്യം ആവശ്യമാണ്. പരിശോധിക്കണം, നമ്മുടെ ആഹാര രീതികൾ ഇങ്ങനെയല്ലല്ലോ. ലോഭമുള്ളവർ അല്ലല്ലോ. കർമാതീത അവസ്ഥ ഉണ്ടാകാത്തതുവരെയും മായ തലകീഴായ കാര്യം ചെയ്യിച്ചുകൊണ്ടിരിക്കും. അതിൽ സമയം കിടക്കുകയാണ് എന്ന് പിന്നീട് മനസ്സിലാകും. ഇപ്പോൾ വിനാശം മുന്നിലാണ്. തീ പടർന്നു കഴിഞ്ഞു. നിങ്ങൾ കാണും എങ്ങനെയാണ് ബോംബുകൾ വീഴുന്നതെന്ന്. ഭാരതത്തിലാകട്ടെ രക്തത്തിൻ്റെ നദികൾ ഒഴുകേണ്ടതുണ്ട്. അവിടെ ബോംബുകൾ കൊണ്ട് അന്യോന്യം നശിപ്പിക്കും. നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകും. കുഴപ്പങ്ങൾ ഏറ്റവും അധികം ഭാരതത്തിലാണ്. തൻ്റെ മേൽ വളരെയധികം ദൃഷ്ടി വയ്ക്കണം. നമ്മൾ എന്ത് സേവനമാണ് ചെയ്യുന്നത്? എത്ര പേരെ തനിക്ക് സമാനം നരനിൽ നിന്നും നാരായണനാക്കി മാറ്റുന്നുണ്ട്. ചിലരൊക്കെ ഭക്തിയിൽ വളരെയധികം കുടുങ്ങിയിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുന്നു, ഈ പെൺകുട്ടികൾ എന്ത് പഠിപ്പിക്കുവാനാണ് എന്ന്. ഇവരെ പഠിപ്പിക്കുന്നത് ബാബയാണ് അഥവാ ഭഗവാനാണ് എന്നത് മനസ്സിലാക്കുന്നില്ല. അല്പം പഠിത്തം ഉള്ളവരാണെങ്കിൽ അഥവാ ധനമുണ്ടെങ്കിൽ അടികൂടുവാൻ തുടങ്ങുന്നു. അന്തസ്സ് തന്നെ കളയുന്നു. സദ്ഗുരുവിൻ്റെ നിന്ന ജയിക്കുന്നവർ ലക്ഷ്യസ്ഥാനം നേടുകയില്ല. പിന്നെ ചില്ലിക്കാശിൻ്റെ പദവിയായിരിക്കും പോയി നേടുന്നത്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം കണ്ടുമുട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണയും ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: നിൻ്റേത് എൻ്റേത് എന്ന ചിന്തകൾ ഉപേക്ഷിച്ച് തനിക്ക് സമാനമാക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. ഒരു ബാബയിൽ നിന്ന് തന്നെ കേൾക്കണം. ബാബയെ തന്നെ ഓർമ്മിക്കണം. വ്യഭിചാരി ആകരുത്. തൻ്റെ മംഗളത്തിന് വേണ്ടി ആഹാര രീതികളിൽ വളരെ പഥ്യം പാലിക്കണം. ഓരോ വസ്തുവിലും ലോഭം വയ്ക്കരുത്. മായ ഏതെങ്കിലും തലകീഴായ പ്രവൃത്തി ചെയ്യിക്കുവാതിരിക്കാൻ ശ്രദ്ധ വയ്ക്കണം. വരദാനം: നിർണയശക്തിയിലൂടെയും കൺട്രോളിംഗ് പവറിലൂടെയും സദാ സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. ഏതൊരു ലൗകികമോ അലൗകികമോ ആയ കാര്യത്തിൽ സഫലത നേടുന്നതിനായി വിശേഷിച്ച് കൺട്രോളിംഗ് പവറിൻ്റെയും ജഡ്ജ്മെൻറ്റ് പവറിൻ്റെയും ആവശ്യകതയുണ്ട്. കാരണം
എപ്പോഴാണോ ഏതെങ്കിലും ആത്മാവ് താങ്കളുടെ സമ്പർക്കത്തിൽ വരുന്നത്, അപ്പോൾ ആദ്യം ജഡ്ജ് ചെയ്യണം, ഇവർക്ക് ഏത് വസ്തുവിൻ്റെ ആവശ്യമാണുള്ളത്. നാഡിയിലൂടെ തിരിച്ചറിഞ്ഞ് അവരുടെ ആഗ്രഹമനുസരിച്ച് അവരെ തൃപ്തമാക്കണം. സ്വയം തൻ്റെ കൺട്രോളിംഗ് പവറിലൂടെ മറ്റുള്ളവരുടെ മേൽ തൻ്റെ അചഞ്ചല സ്ഥിതിയുടെ പ്രഭാവം ഉണ്ടാക്കണം. ഈ രണ്ട് ശക്തികൾ സേവനത്തിൻ്റെ മേഖലയിൽ സഫലതാമൂർത്തിയാക്കി മാറ്റുന്നു. സ്ലോഗൻ: സർവശക്തിമാനെ കൂട്ടുകാരനാക്കൂ, എങ്കിൽ മായ പേപ്പർ ടൈഗർ ആയി മാറും. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. സേവനത്തിൻ്റെ മേഖലയിൽ സ്വയം പ്രതിയും സേവനത്തെ പ്രതിയും ഏതൊരു ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള വിഘ്നങ്ങളാണോ വരുന്നത്, അതിൻ്റെയും കാരണം കേവലം ഇതുതന്നെയാണ്. അതായത് സ്വയം കേവലം സേവാധാരിയായി മനസ്സിലാക്കുന്നു, എന്നാൽ ഈശ്വരീയ സേവാധാരിയാണ്. കേവലം സർവീസിലല്ല, എന്നാൽ ഗോഡ്ലി സർവീസിലാണ്. ഈ സ്മൃതിയിലൂടെ ഓർമ്മയും സേവനവും സ്വതവേ തന്നെ കമ്പൈൻഡ് ആകുന്നു. ഓം ശാന്തി. ബുദ്ധിയെ നാനാഭാഗത്തു നിന്നും വേർപെടുത്തി സ്വയം തൻ്റെ ആത്മസ്വരൂപത്തെ കാണൂ. ഭൃഗുടി മധ്യത്തിൽ അതിസൂക്ഷ്മ നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മസ്വരൂപത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കൂ. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാണ്. ഞാൻ കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാണ്. എന്നിൽ നിന്നും ശീതളതയുടെ പ്രകാശം നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഈ ശീതളമായ പ്രകാശം സർവ കർമ്മേന്ദ്രിയങ്ങളെയും ശീതളമാക്കുന്നു. ഈ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയായി ഞാൻ എൻ്റെ സ്വഗ്രഹമായ ബ്രഹ്മലോകത്തിൽ സ്ഥിതി ചെയ്യുന്നു. വരദാതാവായ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്ത് എൻ്റെ മനസ്സും ബുദ്ധിയും പരമജ്യോതി സ്വരൂപത്തിൽ ഏകാഗ്രമാക്കുന്നു. സംഗമയുഗത്തിലെ അതിശ്രേഷ്ഠവും അതീവ സുന്ദരവുമായ ഈ പരമാത്മാ മിലനത്തിലൂടെ എനിക്ക് ഈശ്വരീയ സമ്പത്തും വരദാനവും പ്രാപ്തമാകുന്നു. ഭോലാനാഥനായ ശിവബാബയുടെ ഈ ദിവ്യ കിരണങ്ങൾ എൻ്റെ ബുദ്ധിയിൽ സ്പർശിക്കുമ്പോൾ ഈ സർവ ഗുണങ്ങളുടെയും സർവ ശക്തികളുടെയും അധികാരിയായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബ നൽകുന്ന ഈ ദിവ്യ വരദാനങ്ങൾ എന്നെ റോയൽ ഫാമിലിയുടെ അധികാരിയാക്കി മാറ്റുന്നു. രാജസിംഹാസനത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. സത്യയുഗി രാജ്യഭാഗ്യത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. സഫലതയുടെ അധികാരിയാക്കി മാറ്റുന്നു. ഈ അതിശ്രേഷ്ഠ ഈശ്വരീയ ശക്തികളുടെയും ശ്രേഷ്ഠ ഗുണങ്ങളുടെയും സർവശ്രേഷ്ഠ ഖജനാവുകളാൽ സമ്പന്നമായി
ബാലക് സോ മാലിക്കായി. മസ്തക സിംഹാസനത്തിൽ ഞാൻ വിരാജിക്കുന്നു.